ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എങ്ങനെ സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി മധുരമില്ലാത്ത കോഴിക്കട്ടയും അതിന് സൈഡായിട്ട് കൂട്ടി കഴിക്കാനായിട്ടുള്ള പുളിയില്ലാത്ത ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളിതിലേക്ക് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. നമ്മൾ പുട്ടിനും ഇടിയപ്പത്തിനും നമ്മളല്ലാതെ കൊഴുക്കട്ട ശർക്കര തേങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയ്ക്ക് എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നാളികേരം പിന്നെ നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ. നമ്മുടെ അരിപ്പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചാണ് നമ്മൾ നമ്മുടെ ഈ അരിപ്പൊടി മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് കൈയൊന്നും ഇപ്പോൾ അതിലേക്ക് തൊടാൻ പറ്റില്ല, നല്ല ചൂടുവെള്ളമാണല്ലോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ പതുക്കെ ഒന്ന് തവി വെച്ച് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആവത്തക്ക വിധത്തിൽ ആ ഉപ്പൊക്കെ എല്ലായിടത്തേക്കും പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ആദ്യം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ശേഷം ആവശ്യമായിട്ടുള്ള നാളികേരം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജീരകമാണ്. ഞാനിവിടെ ജീരകം പൊടിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് ജീരകം പൊടിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സീഡ്സ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ശേഷം നന്നായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഫൈനായിട്ട് ഇത് അരയ്ക്കേണ്ട കാര്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അത് ഈ പാത്രം നമ്മൾ നാളികേരം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ അരിപ്പൊടി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഈ നാളികേരം മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ശേഷം നല്ല രീതിക്ക് ഇനി കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. കാരണം ഇപ്പോൾ ആ ഒഴിച്ച വെള്ളത്തിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടായില്ല, അതിൻ്റെ ചൂടൊക്കെ മാവിൻ്റെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താലാണ് നമ്മൾ ആ ചേർത്തിരിക്കുന്ന നാളികേരം മിക്സൊക്കെ നന്നായിട്ട് ആ മാവിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മളൊന്ന് പാകത്തിന് ആ മാവൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ശേഷം നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് പാകത്തിന് ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ചെറിയ ബോൾസ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം, വലിയ ബോൾസ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. നിങ്ങളുടെ പാകത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കൊഴുക്കട്ടയ്ക്ക് പാകത്തിനുള്ള ചെറിയ ബോൾസായിട്ട് ഇവിടെ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരമാണ്. നാളികേരം ആവശ്യത്തിനുള്ളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എന്തോരം നാളികേരമാണ് എടുക്കുന്നത് അതിൻ്റെ ആവശ്യത്തിനാണ് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതേ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക്. എന്നിട്ടൊന്ന് അരച്ചെടുക്കരുത്, ക്രഷ് ചെയ്ത്, ചമ്മന്തിയുടെ പാകം അറിയാലോ, ഫൈനായിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ. അതേ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും കൊഴുക്കട്ട നമുക്ക് ആവി കയറ്റി വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അതേ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ എരിവില്ലാത്ത ചമ്മന്തിക്ക് ഈ മധുരമില്ലാത്ത കൊഴുക്കട്ട ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. ഈ കൊഴുക്കട്ട ഈ ചമ്മന്തിയിൽ നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ബൈ.